ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിൻജാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു ഉള്ളി കൊണ്ടുള്ള ഒരു കറിയാണ്. ചെറിയ ഉള്ളി ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സവാള ഇടാം. സവാള ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ ഉള്ളി തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഈ ചെറിയ ഉള്ളി ഒരുക്കിയെടുക്കാനൊക്കെ നമുക്ക് പാടാണെങ്കിൽ ഒരു ചെറിയ സവാളയും കൂടി ഇട്ടാലും കുഴപ്പമില്ല. വേറെ കഷ്ണമൊന്നും വേണ്ട, പിന്നെ പച്ചമുളകും കരിവേപ്പിലയൊക്കെ മാത്രം മതി. അങ്ങനെ പുളി ചേർത്ത് ഉള്ളി വഴറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഞാനിത് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി ചീൻചട്ടി ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കൂടെ 2 പത്തലമുളക് ഇട്ട് കൊടുക്കാം. 2 അതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ഞാൻ ഇതുപോലുള്ളൊരു ബൗളിന് ഒരു 1/4 ബൗൾ, അത് നമുക്ക് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഇതെടുക്കാം. ഉള്ളി ചെറിയുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത്, 2 പച്ചമുളക് അരിഞ്ഞതും കൂടി. ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യം ചീൻചട്ടി അടുപ്പത്ത് വെച്ചു, 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കടുകും 2 പച്ചമുളക് കീറിയതും. ഈ ബൗളിന് ഞാൻ 1/4 ബൗള് ചെറിയുള്ളി അരിഞ്ഞത്. അത് നമുക്ക് അളവൊന്നുമില്ല കേട്ടോ. എനിക്കിപ്പം ഒരു നേരത്തേക്ക് ഞങ്ങൾ 3 പേരില്ല, ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാനുള്ള കറിയെ ഞാൻ ഉണ്ടാക്കണുള്ളൂ. അതിന് ഇത്രയും മതി. നമുക്ക് എന്തോരം അളവ് വേണമെങ്കിലും എടുക്കാം. ഉള്ളിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. 2 പച്ചമുളക് കീറിയതും, വത്തലമുളക് 2 മുറിച്ചിട്ടു. പിന്നെ കറിവേപ്പില, ഞാൻ 2 അതിൽ കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കും ഈ ഉള്ളി. അപ്പോൾ ഈ ഉള്ളി ഒരുവിധം നന്നായിട്ട് ഒരു ചെറിയ ചുവന്ന കളറിൽ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ചെറിയ ചുവപ്പ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു കുറച്ച് ആവശ്യത്തിനുള്ള പ്രത്യേക അളവില്ല, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ച് ഉള്ളിയല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇതിന് ഈ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മളൊന്ന് വഴറ്റി കൊടുത്തു. ഇനി ഈ സ്പൂണിന് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കറുപ്പ് പോലത്തെ കളർ, ഒരു നല്ല ബ്രൗൺ കളറിൽ വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇതിന് നമ്മൾ തീ കുറച്ചിടണം, ഒത്തിരി കൂട്ടിയിടരുത്, കരിഞ്ഞു പോകും, അടി പിടിക്കുകയൊക്കെ ചെയ്യും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് പുളി അവരവരുടെ ആവശ്യത്തിന്, ഞാൻ കുറച്ചല്ലേ ഉള്ളൂ ഇത്, അതുകൊണ്ട് ഞാനൊരു ഇത്രയും പുളി എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയും പുളി. ആ പുളി നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ പിഴിഞ്ഞ പുളി ഒരു നെല്ലിക്കയുടെ അത്രയും വലുപ്പത്തിൽ, ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലാണെങ്കിൽ പുളി എടുത്തത്. ആ പുളി നന്നായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തു. ആ വെള്ളം നമ്മൾ ഇതിലൊഴിച്ചു കൊടുക്കണം. ഇനി പുളിവെള്ളം നമ്മൾ കുറച്ചല്ലേ ഒഴിച്ചുള്ളൂ. ഇനി നമ്മൾ ആവശ്യത്തിന്, ഒത്തിരി വെള്ളമായിട്ടുള്ള കറിയല്ല ഇത്, കുറുകിയിരിക്കുന്ന കറിയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഒത്തിരി ഒഴിച്ചുണ്ണാൻ പറ്റുന്ന കറിയല്ല ഇത്. അത്യാവശ്യം നല്ല കുഴമ്പ് രൂപത്തിൽ കുറുകിയിരിക്കുന്ന കറിയാണ് ഇത്. നന്നായി തിളച്ച് വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കറി റെഡി. എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, 10 മിനിറ്റ് മതി. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി എത്ര ടേസ്റ്റാണെന്നറിയാമോ ഇത്. ചോറിന് കൂട്ടിയൊക്കെ ഉണ്ണാൻ ഇത് മാത്രം മതി. മുളകും എരിവും ഉപ്പും പുളിയും എല്ലാം ഉള്ള നല്ല സ്വാദിഷ്ട, തേങ്ങ വേണ്ട, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഉള്ളി ഒരുക്കി എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നല്ല സ്വാദുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മളിതിൽ ചെയ്തില്ല. നമ്മൾ വാങ്ങാൻ നേരത്ത് ആദ്യം ഉപ്പിടണ്ട. നമ്മൾ വാങ്ങാൻ നേരത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ആദ്യം ഉപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ആരും ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. വാങ്ങാൻ നേരത്ത് നമ്മൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ. ഉള്ളിക്കറി റെഡിയായി. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയെന്നറിയാമോ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു തീയലിൻ്റെ ടേസ്റ്റാണ്. തീയലുണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തോരം സമയം വേണം, തേങ്ങ വറുത്തരയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ. ഇത് തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ ഉള്ളിയും പുളിയും മാത്രം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഉള്ളി വഴറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീയലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമായിരിക്കും. അത്രയൊന്നും ടൈമും വേണ്ട, പാടുമില്ല. എല്ലാവരും നോക്കിയിട്ട് നല്ലതാണെന്ന് പറയുന്നു കേട്ടോ അഭിപ്രായം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.